ഇനി പറയുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഹിറ്റായ ഒരു ആപ്പിനെ കുറിച്ചാണ്. ബർഫി എന്നാണ് ആപ്പിന്റെ പേര്. മലപ്പുറം പാണ്ടിക്കാട് സ്വദേശി ഇംതിയാസ് ആണ് ഈ ആശയത്തിന് പിന്നിൽ. ആശയത്തിനൊപ്പം കുറച്ച് യുവാക്കളുടെ കഠിനാധ്വാനം കൂടി ആയതോടെ നാട്ടിലെ ചർച്ചാ വിഷയമാണ് ഇപ്പോൾ ഈ ബർഫി ആപ്പ്. പ്രാദേശിക ഭാഷയിൽ എളുപ്പത്തിൽ പോസ്റ്ററുകൾ നിർമ്മിക്കാൻ ഒരു ആപ്പ്. അതിന് ബർഫി എന്ന വ്യത്യസ്തമായ പേര് നൽകുന്നു. ഒടുവിൽ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് അണിയറ പ്രവർത്തകർ നേടിയത് വലിയ സാമ്പത്തിക നേട്ടം. മലയാളം നമുക്ക് ടൈപ്പ് ചെയ്ത് ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. പല മൾട്ടിപ്പിൾ സോഫ്റ്റ്വെയർസിലാണ് ഇതെല്ലാം ബിൽഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിനൊരു സിംഗിൾ ആപ്പ് എന്നുള്ള ഒരു ആശയത്തിൽ നിന്നാണ് നമ്മൾ ബർഫി ബിൽഡ് ചെയ്യുന്നത്. ഇംതിയാസ്, സഹപ്രവർത്തകരായ അഷർ, സുരേഷ്, മുക്താർ എന്നിവരുടെ കഠിനാധ്വാനമാണ് ആപ്പിന്റെ വിജയഗാഥയ്ക്ക് പിന്നിൽ. ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് 50,000-ത്തിലധികം പേരാണ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ചത്. ഇതൊരു AI ടൂളല്ല, പക്ഷെ നിങ്ങൾ ഡിസൈൻ ചെയ്യാൻ ഒരു ഡിസൈൻ സ്കൂളിലോ ഡിസൈൻ പഠിപ്പിക്കാനോ ഉള്ള ഒരു സോ കോൾഡ് പ്രയാസം എടുക്കാതെ ജസ്റ്റ് കയ്യിൽ വെച്ച് എന്ന് വെച്ചാൽ ഒരു ഫോണിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് 1-2 മിനിറ്റിൽ ഡിജിറ്റൽ പോസ്റ്റേഴ്സ് ഇന്നിപ്പോൾ ഉണ്ടാക്കാൻ പറ്റും. ഇതോടെ കൃത്യസമയത്ത് പോസ്റ്ററുകൾ ലഭിക്കുന്നില്ലെന്ന മുന്നണികളുടെ കാലങ്ങളായുള്ള പ്രശ്നങ്ങൾക്ക് കൂടിയാണ് പരിഹാരമുണ്ടായത്. ഇനി മലയാളികളുടെ എല്ലാ ആഘോഷങ്ങളിലും ബർഫിയെ സജീവമാക്കാനുള്ള ഒരുക്കത്തിലാണ് സംരംഭകർ കൂടിയായ യുവാക്കൾ. തിരുവനന്തപുരം.